സാർ, ഒരു ദിവസം സാറ് ശരാശരി ഒരു 60 to 70 കരൾ രോഗാവസ്ഥയിലുള്ള ആളുകളെ കാണുന്നതാണ്. ഈ ഇത്തരം ആൾക്കാരെ സാർ ഒരു ദിവസം കൺസൾട്ട് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള രോഗികൾക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന പ്രധാന ചികിത്സാരീതി സാറ് ഓപ്റ്റ് ചെയ്യാറുള്ളത്? നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുന്നത് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സ്റ്റേജിലാണ്. അത് രണ്ട് രീതി വരാം. ഒന്ന് അക്യൂട്ട് ലിവർ ഫെയിലിയർ, നമ്മളിപ്പോൾ ഒരു വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു, ഹെപ്പറ്റൈറ്റിസ് എയോ ബിയോ സിയോ ഇയോ വന്നു, അല്ലെങ്കിൽ ഒരു മരുന്നുകൊണ്ട് ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു മരുന്ന് കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഓട്ടോമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് വന്നു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മരുന്നിനോട് പ്രതികരിക്കാതിരുന്ന് ലിവറിൻ്റെ ഫങ്ഷൻ മോശമായി നമുക്ക് മഞ്ഞപ്പിത്തം വരിക, വയറ്റിൽ വെള്ളം കെട്ടുക, INR എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒത്തിരി കൂടി പോവുക, ശരീരത്തിൽ അമോണിയ വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടുക, ഓർമ്മക്കുറവ് വരിക, അങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് ലിവറിൻ്റെ ഒരു എൻഡ് സ്റ്റേജ് ഡിസീസാണ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ഒരു എൻഡ് സ്റ്റേജ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മരുന്നിനൊക്കെ പ്രതികരിക്കാത്ത ഒരു സ്റ്റേജിൽ ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരും. രണ്ടാമത് വരുന്നത് ക്രോണിക് ലിവർ ഡിസീസ് അഥവാ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞ സ്റ്റേജിലാണ്. സിറോസ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻ സ്റ്റേജാണുള്ളത്. ഒന്ന് കോമ്പൻസേറ്റഡ് സിറോസിസ്. ഈ കോമ്പൻസേറ്റഡ് സിറോസിസിൽ നമുക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ലിവറിൻ്റെ പ്രവർത്തനം ഏകദേശം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. അതേസമയം ഒരു ഡീകോമ്പൻസേറ്റഡ് അഥവാ കോംപ്ലിക്കേഷൻ വന്ന സ്റ്റേജിൽ മഞ്ഞപ്പിത്തം കൂടി, വയറ്റിൽ വെള്ളം കെട്ടി, അല്ലെങ്കിൽ രക്തം ഛർദ്ദിച്ചു, ഓർമ്മക്കുറവുകൾ വന്നു, അങ്ങനെ ഒരു ഡീകോമ്പൻസേഷൻ വന്നു കഴിഞ്ഞാൽ ആ ലിവർ ഒരു 50% ആൾക്കാരിലെ 2 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിക്കുകയുള്ളൂ. അടുത്ത 2 വർഷത്തിനുള്ളിൽ ആ ലിവറിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യും. അപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ഒരു മേജർ ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പം ആ രോഗിക്ക് അത്യാവശ്യം നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്താൽ അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് സക്സസ് ആവുള്ളൂ, അത് കഴിഞ്ഞുള്ള റിക്കവറിയും വേഗം വരുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് നമ്മൾ അവസാനത്തെ സ്റ്റേജിൽ ICU കിടക്കുന്ന സ്റ്റേജിലല്ല, നമുക്ക് നല്ല ആരോഗ്യമുള്ള സ്റ്റേജിലാണ് ട്രാൻസ്പ്ലാന്റ് വേണ്ടത്. പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് പറയുന്നത് ലിവർ ക്യാൻസർ, പ്രൈമറി ലിവർ ക്യാൻസർ അഥവാ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ഉള്ള ആൾക്കാരിലാണ്. ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമയുടെ ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്. പിന്നെ കുട്ടികളിൽ ഈ എക്സ്ട്രാപാറ്റിക് ബിലിയറി അട്രീസിയ എന്ന് പറയുന്നത് പിത്താളി ഇല്ലാതെ വരുന്ന ഒരു അസുഖമാണ്. അപ്പം അത് ജന്മന കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പം ഒരു എക്സ്ട്രാപാറ്റിക് ബിലിയറി അട്രീസിയ ഉള്ള കുട്ടികളിൽ നമ്മൾ ഇനീഷ്യലി അത് ഓപ്പറേഷൻ വഴി നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കും. ഓപ്പറേഷൻ വഴി കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ സിറോസിന് ഉള്ള സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷനുള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന പല രോഗങ്ങൾക്കും ലിവറിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന പാരമ്പര്യമായ വരുന്ന പല രോഗങ്ങൾക്കും കുട്ടികളിൽ ട്രാൻസ്പ്ലാന്റ് ഒരു ജീൻ തെറാപ്പിയാണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വഴി ആ പാരമ്പര്യ രോഗങ്ങൾ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിൻലി നമ്മൾ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്ന കാരണങ്ങൾ.